എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് മാഗി ഒരു വ്യത്യസ്ത രീതിയിൽ തയ്യാറാക്കി നോക്കാം. അതിനായിട്ട് ഞാനിതാ ഒരു പാക്കറ്റ് മാഗി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പനീർ എടുത്തിട്ടുണ്ട്. ഇഞ്ചി, ഒരു ടീസ്പൂൺ ഇഞ്ചി, ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞു വെച്ചതും, ഒരു 10-12 ബീൻസ്, ഒരു വലിയ ക്യാരറ്റ്, ഒരു ചെറിയൊരു സവാള ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൊടിയും എടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി നമുക്ക് മാഗി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. എല്ലാവർക്കും അറിയുന്നതാണ്, എങ്കിലും നമുക്കത് ഒന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ബട്ടർ അത് മെൽട്ടായ ശേഷം നമ്മളതിലേക്ക് പനീർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് ഈ ബട്ടറിൽ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതിനെ നന്നായിട്ട് ഫ്രൈ ഒന്നും ആക്കണ്ട, ചെറുതായി മൂപ്പിക്കുക. അപ്പോൾ അതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് അളവിൽ ഒരു 1/4 ടീസ്പൂൺ അല്ല, ഒരു പിഞ്ച് എന്ന് പറയാം, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടാതെ അതിൻ്റെ എല്ലാ പീസസിലും ആകണ വരെ ഒന്ന് ഇളക്കുക. അത് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം നമുക്കതിനെ കോരി മാറ്റി വയ്ക്കാം. പനീറിന് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. പിന്നെ അതേ ഓയിലിൽ തന്നെ ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് വഴണ്ടി വന്ന ശേഷം നമുക്ക് 1 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്ത ഉള്ളി പൊടിയായി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പച്ചമണം പോണ വരെ വഴറ്റി കൊടുക്കുക. നമ്മുടെ ഉള്ളിയൊക്കെ വഴഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസ് നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസോ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ബീൻസും ക്യാരറ്റുമാണ് ചേർക്കുന്നത്. അതേപോലെ ഒരു 10-12 ബീൻസും അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, അതേപോലെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ഉപ്പും കൂടെ ആവശ്യത്തിന് പറഞ്ഞാൽ ഞാനൊരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കുക. കുറച്ച് കറിവേപ്പില, ഒരു 2 കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടെ നന്നായിട്ട് മൂത്ത ശേഷം നമുക്ക് ഒരു 5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. അതൊന്ന് തിളക്കട്ടെ. ഉപ്പൊക്കെ ഇപ്പോൾ നോക്കിയിട്ടുണ്ട്. ഉപ്പൊക്കെ ആവശ്യത്തിന് ഇപ്പോൾ വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ അതിലുണ്ട്. നമ്മൾ വെള്ളം ഒന്ന് തിളച്ച് വന്ന ശേഷം നമ്മുടെ മാഗി അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 3 എണ്ണമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് അതൊന്ന് തിളച്ചതൊന്ന് വേകട്ടെ. ഈ വെള്ളത്തിൽ അതൊന്ന് നന്നായി തിളച്ച് വെള്ളം വറ്റുമ്പോഴേക്കും അതിൻ്റെ വേവും പാകമാകും. അത് വെള്ളം നന്നായിട്ട് മാഗി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള പനീർ ഇട്ട് കൊടുക്കാം. അവസാനം ഇട്ടാലും കുഴപ്പമില്ല, അതൊരുവിധം വെന്തിട്ടൊക്കെ ഉണ്ടാകും. പക്ഷെ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മാഗി മസാല ഉണ്ടല്ലോ, അതും 3 പാക്കറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 പാക്കറ്റ് മാഗി മസാല ഇട്ട് കൊടുത്തു. അതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റണ വരെ നമുക്ക് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിൻ്റെ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ മാഗിയും വേവ് പാകമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അങ്ങനെ എന്താ പറയുക, പനീറിട്ട മാഗി, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മാഗി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ ആർക്കും ഇപ്പം ബാച്ചിലേഴ്സായിട്ടിരിക്കുന്ന അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ, അപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിലും ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണത്. എല്ലാവരും മാഗി ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.